നമസ്കാരം പ്രിയപ്പെട്ടവരെ, ലൈവ് എഞ്ചിനീയേഴ്സ് കണ്ണൂരിന്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ലോ പോയിന്റ് പറഞ്ഞു തരാം. അത് വിൽപത്രത്തിലെ വസ്തു പേരിലാക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു ലോ പോയിന്റാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരാൾ ചോദിച്ച ചോദ്യമാണ്, എന്റെ മുത്തച്ഛൻ മരിക്കും മുൻപ് വിൽപത്രം എഴുതിയിരുന്നെങ്കിലും രജിസ്റ്റർ ചെയ്തിരുന്നില്ല. അദ്ദേഹത്തിന്റെ കാലശേഷം വസ്തു എന്റെ പിതാവിന്റെ സംരക്ഷണത്തിൽ ഇരിക്കുന്നു. വിൽപത്രം അനുസരിച്ച് എന്റെ പിതാവിനും പിതാവിന്റെ ഇളയ 2 സഹോദരന്മാർക്കുമാണ് വസ്തു എഴുതി വച്ചിരിക്കുന്നത്. സഹോദരങ്ങൾ രണ്ടുപേരും 40 വർഷത്തിലധികമായി അമേരിക്കയിൽ സ്ഥിരതാമസമാണ്. അവർ എന്റെ പിതാവിനോട് വസ്തു എടുത്തുകൊള്ളാൻ പറഞ്ഞു. എന്റെ പിതാവിന് മുഴുവൻ വസ്തുവോ അദ്ദേഹത്തിന്റെ വീതമോ പേരിലാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രായാധിക്യം മൂലം അദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ മക്കളായ ഞങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുമോ എന്നതാണ് ചോദ്യം. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. രജിസ്റ്റർ ചെയ്യാത്ത വിൽപത്രവും നിയമപരമായി സാധുവാണ്. പ്രത്യേകിച്ച് അത് ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം അനുസരിച്ചുള്ള നിബന്ധനകൾ പാലിച്ച് തയ്യാറാക്കിയതും സാക്ഷികളാൽ തെളിയിക്കാവുന്നതുമായിരിക്കുമ്പോൾ. എന്നാൽ കോടതികളിൽ വിൽപത്രത്തിന്റെ സാധ്യത രജിസ്റ്റർ ചെയ്ത വിൽപത്രത്തിന് ആധികാരികത കൂടുതലാണ്. വിൽപത്രപ്രകാരം ലഭിച്ച വസ്തുവകകൾ താങ്കളുടെ പിതാവിന്റെയും മറ്റു നിയമപരമായ അവകാശികളുടെയും പേരിൽ പോക്കുവരവ് ചെയ്യാൻ താഴെ പറയുന്ന രേഖകൾ സഹിതം വില്ലേജ് ഓഫീസർക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. വിൽപത്രത്തിന്റെ അസൽ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, മരണ സർട്ടിഫിക്കറ്റ്, അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ്, നികുതി രസീതുകൾ, കൈവശ രേഖകൾ, അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭ്യമല്ലെങ്കിൽ അത് സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാവുന്നതാണ്. സത്യവാങ്മൂലം ലഭിച്ചതിനു ശേഷം ബന്ധപ്പെട്ട മറ്റ് നിയമപരമായ അവകാശികൾക്ക് എതിർപ്പുണ്ടെങ്കിൽ നിശ്ചിത സമയത്തിനകം അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസർ നോട്ടീസ് നൽകുന്നതാണ് സാധാരണ നടപടി. ചില സാഹചര്യങ്ങളിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസുകളിലെ നോട്ടീസ് ബോർഡുകളിൽ അറിയിപ്പും പ്രസിദ്ധീകരിക്കാറുണ്ട്. വിൽപത്രത്തിന്റെ അസൽ ഹാജരാക്കാത്ത അവസരങ്ങളിൽ പകർപ്പ് അടിസ്ഥാനമാക്കി പോക്കുവരവ് നടപടികൾ ഉണ്ടാവില്ല. വിൽപത്രങ്ങളുടെ പോക്കുവരവിൽ സബ് ഡിവിഷൻ ഇല്ലാത്തവ വില്ലേജ് ഓഫീസറും അല്ലാത്തവ തഹസിൽദാറുമാണ് തീർച്ചപ്പെടുത്തുന്നത്. വിദേശത്ത് താമസിക്കുന്ന താങ്കളുടെ പിതാവിന്റെ സഹോദരന്മാർക്ക് വിൽപത്രപ്രകാരം ലഭിച്ച അവകാശം സ്വമേധയാ വിട്ടുകൊടുക്കാൻ സാധിക്കും. അതിനായി അവർക്ക് ഒഴിമുറി, അതായത് റിലീസ് ഡീഡ് തയ്യാറാക്കി എംബസി അറ്റസ്റ്റേഷൻ നടത്തി പിതാവിന് നൽകാവുന്നതാണ്. ആ രേഖയുടെ അടിസ്ഥാനത്തിൽ താങ്കളുടെ പിതാവിന്റെ മാത്രം പേരിൽ പോക്കുവരവും കരം അടയ്ക്കലും വില്ലേജ് ഓഫീസർക്ക് നടത്തി കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ വസ്തുവിൽ താങ്കളുടെ പിതാവിന് പൂർണ്ണ അവകാശം ലഭിച്ചതിന് ശേഷം അദ്ദേഹത്തിന് സ്വതന്ത്രമായി വിൽപ്പന, ദാനം, കൈമാറ്റം, മുക്തിയാർ നൽകൽ എന്നിവയ്ക്ക് അധികാരം ഉണ്ടായിരിക്കും. ഇതിന് കടപ്പാട് DB ബിനു, പ്രസിഡന്റ്, ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, എറണാകുളം. ഇന്നത്തെ ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കട്ടെ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ അറിയാത്തവർക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കണം. ഇനി പുതിയൊരു വിശേഷവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ